പഴയ ന്യൂസ് പേപ്പർ കൊണ്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കി കേട്ടോ. അത് എന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന്. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ. വെൽക്കം ടു മൈ ചാനൽ ആൻഡ് വ്ളോഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്, പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഈ ചൂട് കാലത്ത് എങ്ങനെ ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് ഒരു വീശറി ഉണ്ടാക്കാന്നാണ്. അപ്പൊ ആരും സ്കിപ്പ് അടിക്കാതെ കാണുക. അറിയാവുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ച് വെക്കോ. കമന്റ് ഒന്നും വേറെ രീതിയിൽ ഇടേണ്ട കാര്യമില്ല. അപ്പൊ അറിഞ്ഞൂടാത്ത വ്യക്തികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. എങ്ങനെ ഉപകാരപ്പെടും എന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റയ്ക്ക് അകപ്പെട്ട് പോയിരുന്നാലും, നമ്മളിപ്പോ ചിലപ്പോൾ ഫാൻ ഇല്ലാത്തടത്തായിരുന്നാലും AC ഇല്ലാത്തടത്തായിരുന്നാലും കയ്യിലൊരു പേപ്പർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ കിടുക്കാച്ചെടി സാധനം ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ എന്തായാലും അറിയാത്തവര് സ്കിപ്പ് അടിക്കാതെ കണ്ട നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളായ എങ്ങനെ ഈ ചൂടുകാലത്ത് ചെറിയ ഒരു തണുപ്പ് കിട്ടുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കാന്നാണ്. അപ്പൊ ആരും സ്കിപ്പ് അടിക്കാതെ കാണുക. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസ് പേപ്പർ കൊണ്ടാണ്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ വായിച്ചിട്ട് കളയുന്ന ന്യൂസ് പേപ്പർ കൊണ്ടാണ് കേട്ടാ. നമ്മൾ ഓരോ ദിവസവും വായിച്ചിട്ട് കളയുന്ന ഈ ന്യൂസ് പേപ്പർ ഇത് വെറുതെ ഒരു വേസ്റ്റ് ആണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ന്യൂസ് പേപ്പർ വാങ്ങി വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ കളയുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ ഇതിലൊരു ചെറിയൊരു പരീക്ഷണം നടത്തി കേട്ടാ. അതുകൊണ്ട് ഞാൻ ചെയ്ത പരീക്ഷണം എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നമ്മുടെ വീടുകളിൽ ഓരോ ആഴ്ചയും നമ്മൾ വായിച്ചിട്ട് കെട്ടിക്കൂട്ടി ഇട്ടിരിക്കുന്ന ഈ ന്യൂസ് പേപ്പർ എന്താണ് ലാസ്റ്റ് സംഭവിക്കുന്നത്? ഒരുപക്ഷെ അതിനെ നമുക്ക് വിൽക്കാം, വേണമെങ്കിൽ നമുക്ക് അതിനെ കളയാം, ഇല്ലാത്ത പക്ഷെ നമുക്ക് ആരെങ്കിലും വരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഈ ന്യൂസ് പേപ്പറിന്റെ വാല്യൂ എന്താണ്, ഇതിന്റെ ഉപയോഗം എന്താണെന്ന് പലരും ചിന്തിക്കുന്നില്ല. എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചതിന് ശേഷം ഇതിന്റെ ഉപയോഗം എന്താണെന്ന് പലരും ചിന്തിക്കുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണത്, ഈ നമ്മൾ വായിച്ചിട്ട് കളയുന്ന ചെറിയ പേപ്പറിനെ നമുക്ക് എങ്ങനെ ഒരു യൂസ്ഫുൾ ഐറ്റം ആക്കി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഐറ്റം ആക്കി എങ്ങനെ മാറ്റാൻ കഴിയുമെന്നാണ്. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. പക്ഷെ ഇതിന്റെ റിസൾട്ട് കണ്ടാലോ നിങ്ങൾ എന്തായാലും ഞെട്ടുക മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപക്ഷെ ട്രൈ ചെയ്ത് നോക്കാനും തോന്നും. അപ്പൊ എന്തായാലും മടിക്കണ്ട, ട്രൈ ചെയ്ത് നോക്കിയോ. ഇത് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് ചിലപ്പോൾ ന്യൂസ് പേപ്പർ അല്ലാത്ത രീതിയിൽ വാങ്ങി നമ്മൾ ന്യൂസ് പേപ്പർ വരുത്തുന്നവർ കാണും. അപ്പോൾ ഈ വാങ്ങിച്ച ന്യൂസ് പേപ്പർ വീട്ടിൽ കാണുമല്ലോ, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കിട്ടുമല്ലോ ന്യൂസ് പേപ്പർ. ആ ഒരു ന്യൂസ് പേപ്പർ, ഒരു പേപ്പർ മതി, ഒരു ന്യൂസ് പേപ്പർ വേണം. അതുപോലെ തന്നെ സ്റ്റാപ്ലറോ ഫെവിക്കോളോ പശയോ എന്തെങ്കിലും മതി കേട്ടോ. ഈ രണ്ട് സാധനങ്ങൾ കൊണ്ട് ഒരു കിടുക്കാച്ചി അടാറ് വീശറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ മച്ചാന്മാരെ. എന്തുകൊണ്ട് എളുപ്പമാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് വീട്ടിൽ പഴയ ന്യൂസ് പേപ്പറോ കാർഡ്ബോർഡ് പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുക്കുക കേട്ടോ. ഇതേപോലെ മടക്കിയെടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പലർക്കും ഈ കാര്യം അറിയാമായിരിക്കും. അറിയാന്നുള്ളവർ എന്തായാലും സ്കിപ്പ് അടിച്ച് വെക്കോ. ചിലവരുണ്ട് അറിയാന്നുള്ളവർ വന്നിരുന്നും കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കമന്റ് ഇടും വേണ്ടാത്ത രീതിയിൽ. അങ്ങനെ ഒന്നും കമന്റ് ഇടാതെ അറിയാന്നുള്ളവർ സ്കിപ്പ് അടിച്ച് വെക്കോ. അറിയാത്തവർ എന്തായാലും കുഞ്ഞുമക്കൾക്കൊക്കെ കണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ചൂടല്ലേ ഭയങ്കര, ഈ ചൂട് കാലത്ത് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. പക്ഷേ നമ്മളങ്ങനെ പേപ്പറെല്ലാം കറക്റ്റ് ചെയ്ത് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ട് സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് മടക്കി ഒരുമിച്ചാക്കിയതിന് ശേഷം നമുക്ക് വേണ്ടതാണ് സ്റ്റാപ്ലറോ അതുപോലെ തന്നെ ഫഷയോ ഫെവിക്കോളോ എന്തെങ്കിലും മതി കേട്ടോ. ഇതേപോലെ രണ്ട് ജോയിന്റ് ഒന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ സ്റ്റാപ്ലർ എടുത്ത് ഒന്നോ രണ്ടോ സ്റ്റാപ്ലർ നല്ല രീതിയിലൊന്ന് അടിച്ചു കൊടുക്കുക. കാറ്റുണ്ട് കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല കിടുക്കാച്ച് സാധനം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ അനിയൻ ചെറുക്കെ നമ്മൾ വീശി കൊടുക്കുകയാണ്. നല്ല രീതി വരും കേട്ടോ, നല്ല രീതിയിൽ വരും. രാത്രി കറണ്ട് ഒന്നും ഇല്ലാത്തപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ. കാർഡ്ബോർഡ് ബേസിലും ചെയ്യാം, ന്യൂസ് പേപ്പറും ചെയ്യാം, ബുക്ക് പേപ്പറിലും ചെയ്യാം. ചിലപ്പോ കയ്യിലൊരു പേപ്പർ മാത്രമേ കാണത്തുള്ളൂ. അപ്പോഴ് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് വീശാം. അങ്ങനെ നമ്മുടെ ന്യൂസ് പേപ്പർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനം നിങ്ങൾ കാണണ്ടേ? ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സാധനം.
കാണുമ്പോ വെറുതെ ഒരു പേപ്പർ പോലെ ഇരിക്കും. പക്ഷെ ഇതിന്റെ കാറ്റെന്ന് പറയുന്നത് കേട്ടോ, എന്റെ മുടി അനങ്ങുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാറ്റ് അത്രയ്ക്കുണ്ട് കേട്ടോ. എന്തുകൊണ്ടും നമ്മളിപ്പോ എവിടെയും അകപ്പെട്ടു പോയാലും കയ്യിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തൊന്ന് വീശിക്കൂടെ. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചത് നമ്മൾ വെറുതെ കളയുന്ന ന്യൂസ് പേപ്പർ കൊണ്ട് നമുക്ക് എങ്ങനെ ഇതുപോലെ ഒരു വീശറി ഉണ്ടാക്കാനാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പൊ നിങ്ങൾ ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു ക്രാഫ്റ്റ് വർക്കായിട്ട് മാത്രം ചെയ്തതല്ല. ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ കളയത്തില്ലേ, നമ്മളിപ്പോ ഉപയോഗം കഴിഞ്ഞപ്പോൾ നമ്മൾ കളയത്തില്ലേ, ആ സംഭവങ്ങളെ കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഉപയോഗിക്കാൻ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് നമ്മൾ വെറുതെ കളയുന്ന ന്യൂസ് പേപ്പർ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ എത്രയോ സാധനങ്ങൾ എന്തൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അതേകൊണ്ട് ഇതേപോലത്തതും മറ്റു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ മാറ്റങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തുകൊണ്ട് അവർക്ക് ഉപകാരപ്പെടട്ടെ. നമ്മൾ മാത്രമേ ചൂട് കാലത്ത് ഇങ്ങനെ വീശിയാൽ പോരല്ലോ, അവരും വീശണ്ടേ. അപ്പൊ എന്തായാലും അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോയും കൂടെ ചെയ്ത് വെച്ചോട്ടെ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ മറക്കാൻ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.